ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസുമാണ് ഇടുന്നത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് DS ഇറ എന്നും പറഞ്ഞ് പ്രണവ് മോഹൻലാലിൻ്റെ ഒരു ഹൊറർ മൂവി കാണാനാണ് വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഏരീസ് ഫ്ലെക്സിൽ. അപ്പോൾ ഈ സിനിമ ബുക്ക് ചെയ്യാനൊരു കാരണമെന്ന് പറഞ്ഞാൽ രാഹുൽ സദാശിവൻ്റെ എനിക്ക് ഇതിനു മുമ്പത്തെ ബ്രഹ്മയുഗവും ഭൂതകാലവും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടൊരു സിനിമ ആയിരുന്നു. നല്ലൊരു ഹൊറർ ടൈപ്പ് മൂവീസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ ആണ് ഈ സിനിമ കാണാൻ പോകുന്നത്. പക്ഷേ ഇന്ന് ഈ 30-ാം തീയതി പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു ഏരീസിലും, അങ്ങനെ ചില 2-3 തിയേറ്റേഴ്സിലും രാത്രി 9 ഒരു പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു. അത് കണ്ട ആൾക്കാരെല്ലാം ഗംഭീര റിവ്യൂ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് തന്നെ എൻ്റെ പിറ്റേ ദിവസം 31-ാം തീയതി റിലീസ് ഡേറ്റിൻ്റെ അന്ന് ഞാൻ ഏരീസ് പ്ലസിൽ ഉച്ചയ്ക്കത്തെ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഡ്യൂറേഷൻ വളരെ ഒരു 2 മണിക്കൂറിൻ്റെ അകത്തെ ലെങ്ത്ത് വരുന്നുള്ളൂ. അപ്പോൾ നല്ല റെസ്പോൺസാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി എന്താ പറയുക, തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളും എല്ലാം പറയാം. അപ്പോൾ ഗൈസ്, ഇന്ന് ഒക്ടോബർ 31 തന്നെയാണ് നമ്മുടെ ബാഹുബലി ദ എപ്പിക്കും റിലീസായിട്ടുള്ളത്. അപ്പോൾ 2 ബാഹുബലിയും കൂടെ കമ്പൈൻ ചെയ്തൊരു മൂവി ഇന്ന് തന്നെ റിലീസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള DS ഇറയ്ക്കാണ്. പിന്നെ ഒരു പ്രൊനൗൺസിയേഷൻ ഈ മൂവിക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് അറിഞ്ഞു. അവസാനം ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞാനിത് ആസ് യൂഷ്വൽ വീണ്ടും OD1 കയറിയിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയുക, അപ്പോൾ ബാഹുബലി ഞാൻ ചിലപ്പോൾ കാണണമെങ്കിൽ എൻ്റെ റിവ്യൂ എന്തായാലും ഇടാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ എക്സൈറ്റ്മെൻ്റ് ആണ്. ഫുൾ ഒരു ഹൊറർ, എല്ലാവരും അങ്ങ് പേടിച്ച് നല്ലൊരു ബേസിക്കലി ഒരു റേറ്റഡ് മൂവിയും കൂടെ ആണല്ലോ. അപ്പോൾ അത്രയും രീതിയിൽ പേടിക്കാനൊക്കെ ഉണ്ടെന്നാണ് എല്ലാവരും കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് സിനിമ കാണാൻ വന്നിട്ടുള്ളത്. കോളേജിലെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് ഇപ്പോൾ സിനിമ കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഇത് OD1 തന്നെയാണ് ഫുള്ളും DS ഇറ ഇട്ടേക്കുന്നത്. ബാഹുബലി ദ എപ്പിക് എനിക്ക് തോന്നുന്നു OD5 തോന്നുന്നു. അപ്പോൾ ടൈം കുറച്ച് ഡിസ്റ്റൻസ് ആയിരിക്കും. കാരണം രാവിലെ 7 മണിക്കും വൈകുന്നേരം 7 മണിക്ക് ബാഹുബലിയുള്ളൂ. അപ്പോൾ DS ഇറ ഫുൾ ഷോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ DS ഇറ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻ്റർവെല്ലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഞാൻ മാക്സിമം ബാക്ക് സീറ്റ് നോക്കിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇൻ്റർവെല്ലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ ഗൈസ്, ആ പടം ഫസ്റ്റ് ഹാഫ് കണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയുക, ഒരു രക്ഷയില്ല, ഗംഭീര സിനിമ എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് വരെ കാണുമ്പോൾ എനിക്ക് ഫുൾ 10-ൽ 10. ഇതൊക്കെയാണ് പ്രേത സിനിമ എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് ഒരു കോഞ്ചറിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഇറക്കി. എൻ്റെ ദൈവമേ, അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് മലയാള സിനിമയിലാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് കുറേ ഹൊറർ എലമെൻറ്റ്സ് നല്ലതാണെന്ന് തോന്നുന്നത്. അപ്പോൾ എന്ത് പറയുക, ഗംഭീര പ്രേത സിനിമ, ഹൊറർ എലമെൻറ്റ്സൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിൻ്റെ ആക്ടിങ്ങും അപ്പോൾ എന്തുകൊണ്ടും കൊള്ളാം. അപ്പോൾ ഇൻ്റർവെല്ലായപ്പോൾ എന്താ പുറത്തൊക്കെ ഇറങ്ങി ജസ്റ്റ് ജ്യൂസൊക്കെ വാങ്ങിച്ച് അകത്ത് കയറിയിരിക്കുക. എന്ത് പറയാം, കോരിത്തടിച്ചു പോയി. സത്യം പറഞ്ഞ് വിറച്ചു പോയി. അത്രയും രീതിയിൽ ആ BGM ഒക്കെ ചെയ്ത് പടത്തിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞു, ഗംഭീര സിനിമ, 10-ൽ 10 കൊടുക്കാം. ആകെ 1 മണിക്കൂറാണ് ഇൻ്റർവെൽ ഡ്യൂറേഷൻ വരുന്നത്. 2:15 തുടങ്ങി 3:15 കറക്റ്റ് ആയപ്പോൾ തന്നെ എന്താ പറയുക, ഇൻ്റർവെല്ല് പോയി. പക്ഷേ ആ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ദൈവമേ, പടം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ടേ ഇതിൻ്റെ ഒരു സംഭവം തുടങ്ങും. ഗംഭീരം എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിനകത്ത് ഒരു വയലൻസ് സീനുണ്ട്, ഒരാൾ വന്ന് വീഴുന്നത്. അയ്യോ, അത് കണ്ട് തല ഇറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ ആ ഒരു രംഗം റേറ്റഡ് ആക്കിയത് നന്നായി. കാരണം എന്ന് പറഞ്ഞാൽ ഒരു രംഗമുണ്ട്, ഒരു താഴെ വന്ന് വീഴുന്ന. അയ്യോ, അതൊരു വല്ലാത്ത സീനായിപ്പോയി, പേടിച്ചു പോയി. ഫസ്റ്റ് ഹാഫ് ഗംഭീരം തന്നെ പറയാം. ഫസ്റ്റ് ഹാഫിലെ ഒരു ഇൻ്റർവെൽ പഞ്ചിങ് ഗംഭീരം, ഒരു കുറേ ട്വിസ്റ്റ് ഉണ്ട്. ഇനി അത് സെക്കൻഡ് ഹാഫിലാണ്. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫിന്. സെക്കൻഡ് ഹാഫോടെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യം പറയാം. അങ്ങനെ ഗൈസ്, ആ പടം സെക്കൻഡ് ഹാഫും കൂടെ കണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയാം, ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ സെക്കൻഡ് ഹാഫും ഗംഭീരം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ആദ്യമേ പറയുന്നു, മോഹൻലാലില്ല. നമ്മൾ ആദ്യം വിചാരിച്ച പോലെ മോഹൻലാൽ ഉണ്ടെന്നൊക്കെ വിചാരിച്ച് കാണും. പക്ഷെ ഇതിനകത്ത് മോഹൻലാലില്ല. പക്ഷേ വേറൊരു ക്യാമിയോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബേസിക്കലി സെക്കൻഡ് ഹാഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹാഫാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ സെക്കൻഡ് ഹാഫും
ഗംഭീരം എന്ന് തന്നെ പറയാം. ഒരു 10ൽ 9 കൊടുക്കാം. സെക്കൻഡ് ഹാഫ് കുറച്ചൊക്കെ ആയപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു 5-6 മിനിറ്റ് കുറച്ച് ട്രാക്ക് മാറി, പക്ഷെ അത് വീണ്ടും വേറെ ലെവലിലേക്ക് വന്നു ആ സിനിമ. പക്ഷെ എന്തുകൊണ്ട് ഗംഭീരം എന്ന് തന്നെ പറയാം. ഈ ഒരു ഡ്യൂറേഷൻ കുറഞ്ഞു പോയി സിനിമയുടെ, എനിക്ക് അതാ ബേസിൽ തോന്നിയത്. കുറച്ചും കൂടെ നീട്ടാമായിരുന്നു. പിന്നെ ഒന്നും കൂടെ പറയുന്നു, പേടിയുള്ള ആൾക്കാർ മാക്സിമം അവോയ്ഡ് ചെയ്യുക, ധൈര്യമുള്ളവർ മാത്രം വന്ന് കാണുക. എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഏരീസ് പ്ലെക്സിൽ വന്ന് തന്നെ OD1 തന്നെ മാക്സിമം ഇരുന്ന് കണ്ടാൽ ആ ഒരു എക്സ്പീരിയൻസ് ഗംഭീരമായിരിക്കും. പിന്നെ ഞാൻ ആദ്യമേ പറയുന്നത് ഇതൊരു ഫുൾ റേഷ്യോ സിനിമയല്ല, നമ്മുടെ ബ്രഹ്മയുഗം പോലെ തന്നെ ഒരു പകുതി റേഷ്യോ സിനിമയാണ്. ബേസിക്കലി രാഹുൽ സദാശിവൻ്റെ മൂവിയാണല്ലോ, അപ്പോൾ ആ ടെംപ്ലേറ്റ് തന്നെയാണ് പിടിക്കുന്നത്. പിന്നെ നമുക്ക് എവിടെയൊക്കെയോ ഈ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും നമുക്ക് കാണുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ പറഞ്ഞാൽ 10 എത്ര കൊടുക്കാം, 10 9 കൊടുക്കാം. അത്രയും ഗംഭീര സിനിമ എന്ന് തന്നെ പറയാം. കിഡില ഹൊറർ മൂവി, മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിലും വെച്ച് കിഡിലൻ ഹൊറർ മൂവി. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ കോഞ്ചറിങ് ടീംസൊക്കെ കണ്ട് പഠിക്കണം. ഇങ്ങനെയാണ് മലയാളം മൂവീസ് എടുക്കേണ്ടത്, ഇങ്ങനെയാണ് പ്രേതം ഹൊറർ മൂവീസൊക്കെ എടുക്കേണ്ടതെന്നുള്ള കാര്യം ഇംഗ്ലീഷ് മൂവിക്കാർ വേണമെങ്കിൽ കണ്ട് പഠിക്കണം. അത്രയും ഗംഭീരമായിട്ട് ഹൊറർ എലമെൻസിനകത്ത് ചെയ്തിട്ടുള്ള ആ ഒരു BGM, നമ്മൾ സത്യം പറഞ്ഞാൽ തിയേറ്റർ മൊത്തത്തിൽ അങ്ങ് പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ഓരോ BGMഉം ആ ഒരു സൈലൻസൊക്കെ വരുമ്പോൾ തിയേറ്ററിനകത്ത് ഫുൾ സൈലൻസ് ആണ്. ദൈവമേ, ചില സീനൊക്കെ വരുമ്പോൾ ഫുൾ നിലവിളിയായിരുന്നു ചില സ്ഥലത്തൊക്കെ. അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള പ്രേതത്തിൻ്റെ എലമെൻറ്റ്സ് എനിക്കെന്താ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. വന്നത് എന്തായാലും നഷ്ടമായില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ലെങ്ത്ത് കൂട്ടായിരുന്നു. ഒരു 2.5 മണിക്കൂർ കൊടുത്തെങ്കിൽ അവർ ഫുൾ ആസ്വദിക്കായിരുന്നു. ഇത് ചെന്നിരുന്നു ചടയെന്നും പറഞ്ഞ് തീരുന്നു. ആ ഒരു ഹൊറർ എല്ലാം പേടിപ്പിച്ച പെട്ടെന്ന് അങ്ങ് പോയി. അത് എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നി. കുറച്ചും കൂടെ ലെങ്ത്ത് കൊടുക്കായിരുന്നു. പിന്നെ ലെങ്ത്ത് ആയാലും ഇനിയിപ്പോൾ കുറ്റം പറയും ചിലവർ. അതുകൊണ്ടാണ് എന്ത് പറയുക, ലെങ്ത്ത് നല്ലത്, എന്നാലും കുഴപ്പമില്ല. എന്നാലും എനിക്കെന്താ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ സിനിമ കാണാത്തൊരാൾക്കാരാണെങ്കിൽ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. എന്താ പറയുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോണ്ട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി എന്താ പറയുക, അടുത്ത വീഡിയോസിലൊക്കെ കാണാം. വരുന്ന ഏതെങ്കിലും ഇനിയിപ്പോൾ ബാഹുബലി കാണാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂ എന്തായാലും ഇടാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിവ്യൂ എന്തായാലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ അത്ര ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഇത് പടത്തിനെ പറ്റി ഒന്നും കൂടെ പറയുന്നു, ഒരു രക്ഷയില്ലാത്ത പടം, ഗംഭീര പടം, മസ്റ്റ് തിയേറ്റർ വാച്ച്. അത്രയും ഒന്നും കൂടെ പറയുന്നു.